ഇന്ത്യക്കാരനായ ഒരു വ്യക്തി തന്റെ വിശപ്പകറ്റാനായി ആഹാരം മോഷ്ടിച്ചപ്പോൾ അടുത്ത നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? കേരളത്തിലെ അട്ടാപ്പാടിയിൽ ഒരു ആദിവാസി ഊരിൽ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് മധു. ചെറുപ്പകാലം മുതലേ തന്നെ മധുവിന് പഠിക്കാൻ വളരെ താല്പര്യമുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി അവന്റെ അച്ഛനും അമ്മയും അവനെ വീട്ടിനടുത്തുള്ള സ്കൂളിൽ ചേർക്കുകയും അവിടെ 3-ാം ക്ലാസ് വരെ പഠിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അവന്റെ വീട്ടിൽ നിന്നും 22 കിലോമീറ്റർ അകലെയുള്ള കോൺവെന്റിൽ നിർത്തി പഠിപ്പിക്കാൻ അവന്റെ മാതാപിതാക്കൾ തീരുമാനിച്ചു. അവൻ ഒരിക്കലും അവന്റെ അമ്മയെയും കാടിനെയും പിരിഞ്ഞിരിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നിരുന്നിട്ടും അവൻ അവിടെ നിന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് അവൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം അവന്റെ അച്ഛൻ മരണപ്പെട്ടു എന്ന വാർത്ത അവന്റെ ചെവികളിലെത്തി. ഈ സംഭവത്തോടെ അവന്റെ പഠനം അവസാനിക്കുകയും അവന്റെ അമ്മയെയും 2 സഹോദരിമാരെയും നോക്കേണ്ടുന്ന ചുമതല അവന്റേതാവുകയും ചെയ്തു. അങ്ങനെ അവൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാട്ടിനുള്ളിൽ ചെറിയ ചെറിയ പണികൾക്ക് പോകാൻ തുടങ്ങി. അതിനുശേഷം മധു ആദിവാസികൾക്ക് വേണ്ടിയുള്ള തൊഴിൽ പരിശീലനത്തിന് വേണ്ടി പാലക്കാട്ടേക്ക് പോയി. അവിടെ വെച്ച് അവൻ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു. അങ്ങനെ ഒരു ദിവസം മധു അവൻ പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ വിവാഹ അഭ്യർത്ഥനയുമായി പോയി. വളരെ പ്രതീക്ഷയോടുകൂടി പോയി അവനെ അവന്റെ നിറത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് ഒരു പട്ടിയെ തല്ലുന്നത് പോലെ അവർ തല്ലി. തല്ലുന്നതിനിടയിൽ അവന്റെ തലയ്ക്ക് മടിയേറ്റു. അതിനുശേഷം കുറച്ചു ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് അവൻ എങ്ങനെയൊക്കെയോ തിരികെ അട്ടപ്പാടിയിൽ അവന്റെ നാട്ടിലെത്തി. പക്ഷെ തിരികെ എത്തിയത് പഴയ മധുവായിട്ടായിരുന്നില്ല. അവന്റെ സ്വഭാവത്തിലും പ്രവർത്തികളിലും വളരെയധികം വ്യത്യാസമുണ്ടായിരുന്നു. അവന്റെ മാനസിക സ്ഥിതി വളരെയധികം മോശമായിരുന്നു. രാത്രികാലങ്ങളിൽ അവൻ ഒറ്റയ്ക്ക് പുഴയോരങ്ങളിലും കാട്ടിലെ ഗുഹകളിലും മറ്റും ഒളിച്ചിരിക്കും. മധുവിന്റെ ഈ അവസ്ഥ കണ്ട അവന്റെ അമ്മയും സഹോദരിമാരും എല്ലാ ദിവസവും കരയുമായിരുന്നു. മധു അവനെ വിശക്കുമ്പോൾ മാത്രമായിരുന്നു പൊതുസ്ഥലങ്ങളിൽ വരുന്നത്. ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ തിരികെ കാട്ടിലേക്ക് തന്നെ പോവുകയും ചെയ്യും. അതുപോലെ മധുവിന് വിശന്ന ഒരു ദിവസം, വർഷം 2018, മധു അവന് വിശന്നപ്പോൾ ഒരു കടയിലെത്തി. അവിടെ നിന്ന് അരിയും പലവ്യഞ്ജന സാധനങ്ങളും മോഷ്ടിച്ചു. അതിനുശേഷം തിരികെ കാട്ടിലേക്ക് തന്നെ പോയി. ഇത് മനസ്സിലാക്കിയ കട ഉടമ നാട്ടിലുള്ള എല്ലാവരോടും ഈ കാര്യം പറഞ്ഞു. മധു എന്റെ കടയിൽ മോഷണം നടത്തി. അങ്ങനെ അവനെ തിരഞ്ഞ് നാട്ടുകാർ എല്ലാവരും കാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് അവനെ കാണുകയും മോഷണ സാധനം പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നിട്ട് അവന്റെ ഉടുമ്പുണ്ടൂരി കൈകൾ കെട്ടി നാട്ടുകാർ അവനെ തല്ലി. എന്നിട്ട് നഗരമധ്യത്തിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് അവനെ അവർ വീണ്ടും അടിക്കുകയും ഇടിക്കുകയും ചെയ്തു. അവിടെ നിന്ന മറ്റു ചിലരാകട്ടെ അവനെ തല്ലുന്നത് വളരെ സന്തോഷത്തോടെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്തു. വലിയൊരു കുറ്റവാളിയെ പിടികൂടിയതുപോലെയായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം. അതിനുശേഷം പോലീസ് വരികയും അടികൊണ്ട് അവശനായ മധുവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും മധുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മരിക്കുന്നതിന് മുമ്പ് മധു കേരളക്കരയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് വിശക്കുന്നു. മധുവിനെ തല്ലിക്കൊന്ന ആൾക്കൂട്ടം ഇന്നും സുഖമായി കഴിയുന്നു. പക്ഷെ ഇന്നും മധുവിന് നീതി കിട്ടിയിട്ടില്ല.